പത്തനംതിട്ടയിൽ യുവാവിൻ്റെ വയറ്റിൽ കൂടെ കാർ കയറ്റി ഇറക്കി കൊന്നു. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ടയിലെ ഒരു ഗാങ് വാറാണത്. കാർ ശരീരത്തിൽ കൂടെ കയറ്റി അയാളുടെ വയറ്, അതോടൊപ്പം തന്നെ റിബ്സുകൾ എല്ലാം ഒടിഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ഈ സംഭവം നടന്ന പത്തനംതിട്ട റാന്നിക്കടുത്ത് മന്നമരുതിയിൽ ഇന്നലെ രാത്രിയാണ്. ഇവർ ബാറിൽ പോയി, അതുപോലെ തന്നെ ബീവറേജ് കോർപ്പറേഷനിൽ പോയി മദ്യപിച്ചു. രണ്ടുപേർക്കും കാറുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം ഇവർ പോകുന്ന വഴിക്ക് വഴക്കുണ്ടായി, ഏറ്റുമുട്ടി, കാർ റോഡ് സൈഡിലിട്ടു. അതിനുശേഷം ഈ രണ്ട് ഗാങ്ങുകളും ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത്. ഏതായാലും ഒരാളെ അടിച്ചു വീഴ്ത്തിയിട്ടായിരിക്കണം അയാളുടെ വയറ്റിൽ കൂടെ കാറ് കയറ്റി ഇറക്കി കൊന്നു. എന്തായാലും ഈ സംഭവം കണ്ട ആൾക്കാർ കൂടി അവർ കാർ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സംഭവം നടത്തിയത് അജോയ് എന്നയാളും ശ്രീകുട്ടൻ എന്നൊരാളും അവരുടെ സുഹൃത്ത് അരവിന്ദനുമാണ് ഈ കാറിലുണ്ടായിരുന്നത്. കൊന്ന ശേഷം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കാർ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. കേരളത്തിലെ ബീവറേജ് കോർപ്പറേഷനിലും ബാറുകളുടെ മുമ്പിലും നിരന്തരം ഇതുപോലെയുള്ള അടികളും കുത്തും വെട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോലെസ്നെസ് ആണ് എല്ലാ സ്ഥലത്തും. പോലീസ് നടപടി വളരെ കുറവാണ് ഈ ഭാഗത്ത്. എല്ലാ ബാറിൻ്റെ മുമ്പിലും മെയിൻ എൻട്രൻസ് കൂടാതെ അതിൻ്റെ സൈഡിൽ കൂടെ കയറാനുള്ള സൗകര്യങ്ങളും എല്ലാ ബാറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെ സൈഡിൽ കൂടെ കയറുന്നവരാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ കുത്തുവിട്ട് നടത്തുന്നവരും. പലർക്കും ഈ മദ്യം ചെന്നില്ലെങ്കിൽ നേരെ നിൽക്കാൻ ഒക്കില്ല. മദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും ഒക്കെ അപ്പോഴും തന്നെ പോകുന്നവരുമാണ് ഈ സൈഡിൽ കൂടെ കയറുന്നവർ. അതുകൊണ്ട് ലോലെസ്നെസ് ആണ് എല്ലാ ബീവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിലും ബാറുകളുടെ മുമ്പിലും കേരളം മുഴുവൻ നമ്മൾ കാണുന്നത്. അവിടെ പോലീസ് പ്രസൻസ് എങ്ങുമില്ല. യഥേഷ്ടം മദ്യപിക്കാം, പോലീസിനെ പേടിക്കേണ്ട. ബാറുകാർ എന്തായാലും പോലീസുമായിട്ട് നല്ല രമ്യതയിലാണ്, ചർച്ചയിലാണ്. അത് തന്നെയല്ല, അവരിന്ന് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് പോലീസ് ശക്തമായ നടപടി എടുക്കാത്തതെന്ന് തോന്നുന്നു. ഏതായാലും ചേതങ്കര സ്വദേശി അമ്പാടി എന്ന ആളാണ് മരിച്ചത്. ഈ മന്നമരുതിയിലെ കാറ് കയറ്റി ഇയാളുടെ വയറ്റിൽ കൂടെയാണ്, അമ്പാടിയുടെ വയറ്റിൽ കൂടെയാണ് കടത്തി വിട്ടത്. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ, ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഓംപ്രകാശും സംഘവും ഏറ്റുമുട്ടി. അതുപോലെ തന്നെ വഴയിലെ വെച്ച് വേറെ ചില സംഘങ്ങൾ DJ പാർട്ടിനെ ഏറ്റുമുട്ടി. കേരളത്തിൽ പൊതുവെ എറണാകുളം ജില്ലയിലും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലും തൃശ്ശൂർ ജില്ലകളിലും പാലക്കാട്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിശക്തമായ നടപടി കൺസേൺഡ് പോലീസ് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ജില്ലാ മേലവാദികൾ എടുത്തില്ലെങ്കിൽ കേരളത്തിൽ ഇത് കൺട്രോൾ വിട്ടു പോകും. അതുതന്നെയല്ല, നമ്മൾ ദൈനംദിനം കേരളത്തിലുള്ള വാഹനാപകടത്തിൻ്റെ എണ്ണം കൂടി എത്രയോ പേരാണ് മരിക്കുന്നത്. കുട്ടികളും വലിയവരും ഒക്കെ ഒരുപോലെ മരണം വരിക്കുന്ന കാഴ്ചയാണ്. ഓവർ സ്പീഡ് കൊണ്ടും കാറുകളിൽ സിഗ്നൽ പാലിക്കാതെ പോകുന്നത് കൊണ്ടും, അതുപോലെ തന്നെ ഹെവി വാഹനങ്ങളും ചെറിയ വാഹനം തമ്മിൽ കൂട്ടിയിടിക്കുന്ന ധാരാളം സംഭവങ്ങൾ, 2 വീലറിൽ പോകുന്ന ആൾക്കാരെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് കൊല്ലുന്ന സംഭവങ്ങളൊക്കെ ധാരാളം കേരളത്തിൽ കാണാം. ആർക്കും ട്രാഫിക് റൂളിനെ പറ്റി വലിയ നിശ്ചയമില്ല. നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ഇടതുവശത്തും വലതുവശത്തും കയറി വാഹനങ്ങൾ യഥേഷ്ടം ഓടിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട്. അതുകൊണ്ട് പോലീസ് ഒരു കാര്യം ചെയ്യണം. തീർച്ചയായിട്ടും പഴയതുപോലെ ഏറ്റവും കൂടുതൽ വാഹനം പോകുന്ന സ്ഥലങ്ങളിൽ റോഡ് സൈഡിൽ നിൽക്കണം, സ്പീഡുള്ളവരെ വാഹനം നിർത്തണം, കൺട്രോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കേരളത്തിലെ എല്ലാ മെയിൻ റോഡുകളും കൂടുതൽ വാഹനം ഓടുന്നിടത്ത് ട്രാഫിക് തടസ്സമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പലരും പറയുമെങ്കിലും അത് സ്പോട്ട് ചെയ്ത് അതിനപ്പുറത്തെ സ്ഥലത്ത് നിന്ന് അതിനെ പിടിച്ച് നിർത്തണം. ഓവർ സ്പീഡായിട്ട് പോകുന്നതും സിഗ്നൽ തെറ്റിച്ച് പോകുന്നതും, അത് തന്നെ ഒരു വാഹനത്തിൽ റോങ് സൈഡിൽ കൂടെ കയറി പോകുന്നതും 2 വീലറുകാരും എല്ലാവരും ചേർത്ത് അത് സ്പോട്ട് ചെയ്തിട്ട് അടിയന്തര നടപടി അവർക്ക് എടുക്കണം. അത് എടുത്ത് പെറ്റി കേസ് കൊടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലെ
പോലീസ് ഓഫീസർ ഉണ്ടാകണം, ഇവനെ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ കൃത്യമായി 70 അല്ലെങ്കിൽ 80 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് ഓടിപ്പോകുന്ന വാഹനങ്ങൾ, റോങ് സൈഡിൽ തെറ്റിച്ചു പോകുന്ന വാഹനങ്ങൾ, അതുപോലെ ഫുട്പാത്തിൽ കൂടെ കയറി ഇറങ്ങുന്ന വാഹനങ്ങൾ, ഇതെല്ലാം സ്പോട്ട് ചെയ്തിട്ട് 1 കിലോമീറ്റർ 2 കിലോ അപ്പുറം വെച്ച് അത് തടഞ്ഞ് നടപടിയെടുക്കാനുള്ള സംവിധാനം പോലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് നടപടി ഉണ്ടാവുള്ളൂ. പറ്റി കേസ് അടയ്ക്കാനും പൈസ ഉള്ളവർ ധാരാളം ഉണ്ട്, അവരതിന് റെഡിയാണ്. അതുകൊണ്ട് വണ്ടി തടഞ്ഞു നിർത്തി ഓവർ സ്പീഡിൽ വണ്ടി സീസ് ചെയ്യും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ യഥേഷ്ടം കേരളത്തിൽ ഏത് റോഡിൽ കൂടെയും എത്ര സ്പീഡിൽ വേണം ആർക്കും ഓടിക്കാം. കൂടി വന്നവർ 1000 രൂപ 2000 രൂപ പെനാൽറ്റി അടയ്ക്കണം എന്നാണ് അവരുടെ ചിന്തനം. പണമുള്ളവർക്ക് അവർക്ക് പണം ഈ പെനാൽറ്റി അടയ്ക്കുന്നതിന് ഒരു മടിയില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യം പോലെ അടച്ചാൽ മതിയല്ലോ എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് പോലീസ് അതല്ല, ഇൻ്റർസെപ്റ്റ് ചെയ്യണം. വാഹനം ഓവർ സ്പീഡ് വരുന്ന ഇൻ്റർസെപ്റ്റ് ചെയ്യണം. അവനെ മുന്നോട്ട് വിടാൻ പറ്റില്ല. പെനാൽറ്റി അടിക്കുന്ന മാത്രമല്ല, ആ വാഹനം ഡീറ്റെയിൻ ചെയ്യണം. മറ്റ് നടപടികൾ, അതിന് പെനാൽറ്റി അടിക്കാൻ പറ്റുന്ന വേറെ എന്തെല്ലാം വകുപ്പുകളുണ്ടോ അത് മുഴുവൻ ഇതിനകത്ത് കയറ്റുകയും ചെയ്യണം. ആ വാഹനം പിടിച്ചിടണം, അത് ഡീറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. ആ ഡ്രൈവറുടെ ലൈസൻസ് അപ്പം തന്നെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യണം. ഓവർ സ്പീഡ് കഴിച്ച് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം പോയാൽ അത് തീർച്ചയായിട്ടും ടെമ്പററി ആയിട്ട് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണ അധികാരം പോലീസിനുണ്ട്, അതുപോലെ RTIക്കും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ പോലീസ് തയ്യാറാകണം, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകണം. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ ചെക്കിങ്ങും ഇത് വളരെയധികം ഇൻറ്റൻസിഫൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. യഥേഷ്ടം കേരളത്തിലെ എല്ലാ വാഹനത്തിലും ഇപ്പം ഏത് വാഹനത്തിലായാലും ശരി അവരെ ഡ്രഗ്സ് കടത്തുന്നതും കഞ്ചാവ് കടത്തുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചെറുപ്പക്കാരായ സ്ത്രീകളായും പുരുഷന്മാരായാലും ശരി അവരുടെ വാഹനങ്ങൾ പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്യണം. റോഡിൽ കൂടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം വീണ്ടും കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എങ്കിലേ നമുക്ക് പല മനുഷ്യജീവനുകളും മരണപ്പെടുന്നത് തടയാൻ കഴിയുള്ളൂ.